പുതിയ സ്ഥലത്ത് ഹിന്ദി പറയുന്നവരുടെ ഇടയിലായിരിക്കുമ്പോൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. എങ്ങനെ ചോദിക്കണം, ചോദിക്കുമ്പോൾ എങ്ങനെയൊക്കെയുള്ള മറുപടികൾ ലഭിക്കും, അതെങ്ങനെ മനസ്സിലാക്കാൻ കഴിയും, അതൊക്കെ നമുക്ക് അറിയുവാനായിട്ട് ഈ വീഡിയോ സഹായിക്കും. ആദ്യമായിട്ട് ചോദ്യത്തിനായിട്ട് നമുക്കൊരു ശബ്ദം കൊണ്ടുവരാം. എവിടെയാ അല്ലെങ്കിൽ എവിടാ. എന്തെങ്കിലും കിട്ടുന്നതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ എവിടാ അല്ലെങ്കിൽ എവിടെയാ, എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ള അർത്ഥത്തിൽ ചോദിക്കുവാൻ നമുക്ക് കഴിയും. വെള്ളം എവിടെ കിട്ടും, വെള്ളത്തിന് പാനി കഹാ മിൽത്താ ഹെ, എവിടെ കിട്ടും. വെള്ളം എവിടെ കിട്ടും, ഊണ് അല്ലെങ്കിൽ ആഹാരം എവിടെ കിട്ടും, ഖാന കഹാ മിലേഗ. തിരിച്ചും മറിച്ചുമൊക്കെ ചോദിക്കാം. സംസാരിക്കുമ്പോൾ വാക്യത്തിൻ്റെ സ്ട്രക്ചർ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് ചോദിക്കാം, ഖാന കഹാ മിലേഗ, പാനി കഹാ മിലേഗി, മിൽത്താ ഹെ, മിലേഗി, മിൽ റഹാ ഹെ. മിൽത്താ ഹെ പ്രസൻറ്റിൽ കൂടുതലായിട്ടും സൂട്ടബിളായിരിക്കുന്നത് മിൽത്താ ഹെ ചോദിക്കാം. വെള്ളം എവിടെ കിട്ടുമെന്നത്, എവിടെ കിട്ടും വെള്ളം എന്ന് ചോദിക്കുമ്പോൾ ഒരു ചെറിയ അത്ഭുതം പോലെയായി. കഹാ മിലേഗ പാനി. അപ്പോൾ സാമാന്യമായി ചോദിക്കാൻ, സാധാരണയായി ചോദിക്കാൻ നമുക്ക് ആദ്യം പേര് പറഞ്ഞിട്ട് പിന്നെ ക്വസ്റ്റ്യൻ വേർഡ് ചേർക്കാം. അതായിരിക്കും സംസാരിക്കുമ്പോൾ കൂടുതൽ നല്ലത്. അപ്പോൾ നമുക്കറിയാത്ത ഒരു കാര്യം ചോദിച്ചറിയാൻ വേണ്ടി ചോദിക്കുമ്പോൾ ആരോടാണ് ചോദിക്കുന്നതെന്ന് അല്പം ഒരു ബോധം നമുക്കുണ്ടായിരിക്കുന്നത് നല്ലതാണ്. മുഷിടന്മാരോടോ അല്ലെങ്കിൽ ലഹരിയിലായിരിക്കുന്നവരോടൊക്കെ പരിചയമില്ലാത്തവരോടൊക്കെ പെട്ടെന്ന് കയറി എന്തെങ്കിലും നാം അറിയാൻ വേണ്ടി ചോദിക്കുമ്പോൾ ചിലപ്പോൾ അടി പോലുള്ള മറുപടി ആയിരിക്കും ചിലരിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരല്പം ശ്രദ്ധിച്ച് നമുക്ക് ഈ ഇദ്ദേഹത്തോട് ചോദിക്കാം, ചോദിച്ചാൽ ഒരു മറുപടി വേണ്ട വിധത്തിൽ കിട്ടുമെന്നുള്ള ഒരു ബോധമുണ്ടാകുമ്പോൾ നമ്മൾ അവരോട് ചോദിക്കുക. അപ്പോഴും പല വിധത്തിലുള്ള മറുപടികൾ നമുക്ക് കിട്ടും. നമ്മളൊക്കെ ചിലപ്പോൾ കേട്ട് കാണുമല്ലോ, മുഷിടനോടോ അല്ലെങ്കിൽ വെളിവ് ഇല്ലാതിരിക്കുന്നവനോടോ ഒക്കെ എവിടാ എന്താ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചില പറഞ്ഞുകളെ എൻ്റെ പോക്കറ്റിലാണ് എന്നൊക്കെ ചുമ്മാതെ പറഞ്ഞുകളെ. അതൊക്കെ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ എല്ലാവരോടും എല്ലാം ചോദിക്കാതെ ചോദിക്കേണ്ടവരോട് ചോദിക്കാൻ അല്പം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ പത്താ നഹി പറഞ്ഞാൽ അല്ലെ മാലൂം നഹി പറഞ്ഞാൽ അറിയില്ല, ഗ്രാഹ്യമില്ല എന്നൊക്കെയാണ് അർത്ഥം. അത് ചിലർ സത്യസന്ധമായി പറയുന്നവരുണ്ട്, മനഃപൂർവ്വമായി പറയുന്നവരുമുണ്ട്. പിന്നെ അവരോടൊന്നും ചോദിക്കാതെ മുൻപോട്ട് പോയി മറ്റൊരാളിൽ നിന്ന് അറിയാൻ വേണ്ടി നാം ശ്രമിക്കുക. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പുതുമുഖങ്ങളെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികമായ അവസ്ഥ നമുക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അറിഞ്ഞിട്ടും പലപ്പോഴും ശരിയായ മറുപടി തരാതിരിക്കുന്നവർ ചിലർ അറിയാത്തത് കൊണ്ടാണ് തരാതിരിക്കുന്നത്. എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. പാനി കഹാ മിൽത്താ ഹെ അല്ലെങ്കിൽ ഖാന കഹാ മിൽത്താ ഹെ എന്ന് ചോദിക്കുമ്പോൾ വഹാ മിലേഗ അല്ലെങ്കിൽ ഇതർ മിൽത്താ ഹെ, വഹാ മിൽത്താ ഹെ ഇതർ മിൽത്താ ഹെ എന്ന് പറയുന്നവരുമുണ്ട്. അവിടെ കിട്ടും അല്ലെങ്കിൽ ഇവിടെ കിട്ടും. യഹാ വഹാ അല്ലെങ്കിൽ അവ. യഹാ കഹി നെയ് മിൽത്താ ഹെ എന്ന് പറഞ്ഞാൽ ഇവിടെങ്ങും കിട്ടത്തില്ല എന്നാണ്. കഹി നെയ് മിൽത്താ, എങ്ങും കിട്ടില്ല. അപ്പോൾ പിന്നെ മുൻപോട്ട് പോയി മറ്റൊരു സ്ഥലത്ത് അന്വേഷിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ സംഭവിക്കാറില്ല. ഇനി അടുത്തതായി ഒരു ചോദ്യരീതിയാണ് കഹാ ഹെ, എവിടുണ്ട് അല്ലെങ്കിൽ കഹാ എവിടെ. എന്തെങ്കിലും സാധനങ്ങളോ അല്ലെങ്കിൽ സ്ഥലങ്ങളോ ഒക്കെ, ഇപ്പോൾ പച്ചക്കറികൾ എവിടെയാ കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടി ആ സ്ഥലം ചോദിച്ചറിയാൻ വേണ്ടി, അല്ലെങ്കിൽ എവിടെയാണ് പലചരക്ക് സാധനങ്ങൾ കിട്ടുന്നത്, ഇതൊക്കെ എവിടെയാ അല്ലെ എവിടെ നിന്ന് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ കഹാസെ ചോദിക്കും. പുതിയൊരു സ്ഥലത്താണ്, ഹിന്ദി പറയുന്നവരുടെ ഇടയിലാണ്, ചന്തയിൽ പോകണം. ചന്ത എവിടാണെന്ന് അറിയില്ല. അപ്പോൾ ചന്തയ്ക്ക് ബാജാർ കഹാ ഹെ, ഡാക് ഘർ കഹാ ഹെ പോസ്റ്റ് ഓഫീസിനാണ്. ബാങ്കിനും പോസ്റ്റ് ഓഫീസിനും ഒക്കെ അത് തന്നെ പറഞ്ഞാൽ മതി. എന്നിട്ട് കഹാ ഹെ
കൂട്ടിച്ചേർത്താൽ മതി. അപ്പോൾ അതിനുള്ളതായ മറുപടി കിട്ടുവാനായിട്ട് ഇടയാകും. ഗർ കഹാ ഹെ, വീട് എവിടെ. സബ്ജി കാ ദുക്കാൻ കഹാ ഹെ, സബ്ജിയോ കാ ദുക്കാൻ, സബ്ജി കാ ദുക്കാൻ കഹാ ഹെ. രാസൻ അല്ലെങ്കിൽ കിരാന കാ ദുക്കാൻ കഹാ ഹെ, പലചരക്ക് സാധനങ്ങൾക്ക് ഒക്കെയുള്ള കടകൾ. അപ്പോൾ ഇങ്ങനെ കഹാ ഹെ ചേർത്ത് ചോദിച്ച് അറിയാം. സമയ കഹാ, സമയം എവിടെ, നീ എവിടെ, തൂ കഹാ, തും കഹാ, നിങ്ങൾ എവിടെ, ആപ് കഹാ, താങ്കൾ എവിടെ. അപ്പോൾ ഇങ്ങനെ എന്ത് എവിടെ എന്നറിയാൻ അതിൻ്റെ പേര് പറഞ്ഞിട്ട്, ആ സ്ഥലത്തിൻ്റെയോ ആ സാധനത്തിൻ്റെയോ പേര് പറഞ്ഞിട്ട് കഹാ ഹെ അല്ലെങ്കിൽ കഹാ കൂട്ടിച്ചേർക്കുമ്പോൾ അതിന് ഉത്തരം നമുക്ക് കിട്ടുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഹിന്ദിയിൽ ചോദിച്ചറിയുവാൻ ഇടയാകുന്നു. അടുത്തതായി മറ്റൊരു ക്വസ്റ്റ്യൻ രീതിയാണ് കഹാ മിൽത്താ ഹെ. മിൽത്താ ഹെ, മിലേഗ, മിൽ റഹാ ഹെ. മിൽത്താ ഹെ പറയാം. പാനി കഹാ മിൽത്താ ഹെ, ഖാന കഹാ മിൽത്താ ഹെ. അതുപോലെ ഏതൊരു സാധനത്തിൻ്റെയും പേര് പറഞ്ഞിട്ട് കഹാ മിൽത്താ കൂട്ടിച്ചേർക്കുമ്പോൾ അതൊരു ചോദ്യമായി അതിനുള്ള മറുപടി ലഭിക്കുവാൻ ഇടയാകും. സബ്ജി കഹാ മിൽത്താ ഹെ, പച്ചക്കറികൾ എവിടെ കിട്ടും. മാംസ് കഹാ മിൽത്താ ഹെ, ഇറച്ചി എവിടെ കിട്ടും. പാല് കഹാ മിൽത്താ ഹെ, പാലല്ല ദൂത്ത് കഹാ മിൽത്താ ഹെ. അങ്ങനെ ചോദിക്കാം. തുണിക്ക് കപ്പടെ, പാത്രത്തിന് ബർത്തൻ, മുറിക്ക് കമരെ, വീടിന് ഘർ, ജമീൻ, വണ്ടിക്ക് ഗാഡി. ഇങ്ങനെ ഹിന്ദിയിലെ വാക്കുകൾ ഉപയോഗിച്ച് ഈ ക്വസ്റ്റ്യൻ വേർഡുകളിലൂടെ ചേർത്ത് എന്തെങ്കിലുമൊക്കെ ചോദിച്ചറിയാൻ നമുക്ക് ഇടയായിത്തീരും.